ഇങ്ങനെയൊരു പാട്ട് പാടി ജീവിതം ആരംഭിച്ച അനേകം യുവമിഥുനങ്ങൾ പിൽക്കാലത്ത് ഹൃദയങ്ങൾ തമ്മിലാകുന്ന രണ്ടായിട്ട്, മക്കളെയും അനാഥമാക്കി രണ്ടായിട്ട് ഹൃദയങ്ങൾ പിളർന്ന് ജീവിക്കുന്നു. ആ പാട്ടൊന്ന് കേട്ടു നോക്കാം. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. ആശയുടെ തേനും നിരാശയുടെ കണ്ണീരും ആത്മദാഹങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഇങ്ങനെ വേർപിരിഞ്ഞ ഹൃദയം പിളർന്ന് ജീവിക്കുന്നവരെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, കൽപ്പന തൻ കളിത്തോപ്പിൽ പുഷ്പിച്ച പുഷ്പങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. കൽപ്പന തൻ കളിത്തോപ്പിൽ പുഷ്പിച്ച പുഷ്പങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. ജീവൻ്റെ ജീവനം കോവിലിൽ നേദിച്ച സ്നേഹാമൃതം നിത്യം പങ്കുവയ്ക്കാം. ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം. സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശയും നിരാശയും പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞു തുടങ്ങിയവർ പള്ളിയിൽ വച്ച് ബൈബിളിൽ തൊട്ട് ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും, സങ്കടത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഏകമനസ്സായി പരസ്പരം പങ്കുവെച്ച് ജീവിച്ചു കൊള്ളാവുന്ന ബൈബിൾ തൊട്ട് സത്യം ചെയ്തവർ, ആ ഒരു ഉടമ്പടി ചെയ്തിട്ട് ആ ഉടമ്പടി ലംഘിച്ച് പിരിഞ്ഞ് പോയവർ എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തെ ജീവിക്കുന്ന ദൈവം, ആ ദൈവത്തെയോ ദൈവത്തിൻ്റെ നിയമങ്ങൾ നമ്മുടെ നന്മയ്ക്കായി, നമ്മുടെ സന്തോഷത്തിനായി, നമ്മുടെ അനുഗ്രഹത്തിനായി തന്നിരിക്കുന്ന നിയമങ്ങൾ, ദൈവത്തിൻ്റെ യഥാർത്ഥ സത്യദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിയമങ്ങൾ തന്നിരിക്കുന്നത്. ആ നിയമത്തെയും ദൈവത്തെയും അറിയാത്തവർ പള്ളിയിൽ പോകുന്നത് വേറൊരു സാമൂഹിക ആചാരമായിട്ട് മാത്രം പോയവർ, അവർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ സന്തോഷത്തിൽ മാത്രം സന്താപം വന്നപ്പോൾ, പരസ്പരം രണ്ടുപേരുടെയും യഥാർത്ഥ രീതികൾ, സ്വഭാവങ്ങൾ കണ്ടപ്പോൾ അത് പിടിക്കാതെ വന്നപ്പോൾ എന്നാൽ പിരിഞ്ഞേക്കാമെന്ന് വെക്കുന്നു. അല്ലെങ്കിൽ ഒരാൾ രോഗിയാകുമ്പോൾ മറ്റേയാൾ പിരിയുന്നു, ആരോഗ്യമുള്ളവരെ മറ്റൊരാളെ തേടി. എന്നാൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം ആദിയിലെ ഏദൻ തോട്ടത്തിൽ വെച്ച് കണ്ടാണ് ആദാമിന് തക്ക ഒരു ഹെൽപ്മേറ്റ്, സഹായത്തിനുള്ള ഒരു തുണ, ഇണയും തുണയുമായിട്ട് ഹവ്വായെ
ഉണ്ടാക്കി കൊടുത്തത്. ഒന്ന്, ഏകനായിരിക്കുന്ന ഒരിക്കലും നല്ലതല്ല എന്ന് സൃഷ്ടാവായ ദൈവം കണ്ടതുകൊണ്ടാണ്. കാര്യം, ആരോഗ്യത്തിൽ ഇവൻ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതാണ്, അല്ലെ അവൾ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നും. പക്ഷേ നല്ലതല്ല. അനാരോഗ്യത്തിലും ക്ഷീണത്തിലും താങ്ങാൻ ഒരാൾ വേണം, സഹായിക്കാൻ ഒരാൾ വേണം, പരസ്പരം സഹായിക്കാൻ. അതുപോലെ ദാമ്പത്യവല്ലരിയിൽ പൂത്ത പുഷ്പങ്ങൾ, അവർക്ക് ഒരപ്പനും അമ്മയും വേണം. അപ്പൻ്റെ പ്രൊട്ടക്ഷനും അമ്മയുടെ പരിലാലനയും വേണം. ഒന്നോർത്ത് നോക്കിയേ, നിങ്ങൾ രണ്ടുപേർ പിരിയുമ്പോൾ ആ കുട്ടികളുടെ ഹൃദയത്തെ ഭേദിക്കുകയില്ലേ? അവർക്ക് ഏതെങ്കിലും ഒന്നേ എടുക്കാൻ കഴിയുള്ളൂ. അമ്മയുടെ കൂടെയാണെങ്കിൽ അപ്പനെ പിരിയണം, അപ്പൻ്റെ കൂടെയാണെങ്കിൽ അമ്മയെ പിരിയണം എന്നുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കുകയല്ലേ? നിങ്ങൾ തമ്മിൽ ഹൃദയം കൊണ്ട് പിരിഞ്ഞതിന് ശേഷം ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതേ എന്ന് ദൈവം വളരെ മുന്നറിയിപ്പ് തന്നിട്ട്, അങ്ങനെ നിങ്ങൾ പിരിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആ ഹൃദയം ഭേദിച്ചതിന്, ഒന്നായിരുന്ന ഹൃദയം മുറിച്ചു മാറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അഗാധമായ ആഴത്തിലുള്ളൊരു സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ആ കുറ്റബോധം, ആ വിടവ്, ആ ഇല്ലായ്മ നിങ്ങളെ വേട്ടയാടുകയില്ലയോ? എന്നാൽ ഇതിനർത്ഥം അപകടകാരികളായ ഭർത്താക്കന്മാരോട് കൂടിയോ ഭാര്യമാരോട് കൂടിയോ ജീവിച്ച് ജീവൻ അപായപ്പെടുത്തണമെന്നല്ല. എന്നാൽ അത് അപൂർവമായ സംഭവങ്ങളാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ തന്നെ സേഫ്റ്റിക്ക് വേണ്ടി താൽക്കാലികമായ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തണം. എന്നാലും വെയിറ്റ് ഫോർ ദ ലോർഡ്, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. ദൈവത്തിൻ്റെ ഡീലിങ്സിന് ആ കാര്യത്തിലും ദൈവം ഉണ്ടാക്കും. അപ്പോൾ എന്നാൽ മിക്ക കേസുകളിലും അങ്ങനെയല്ല. സ്വന്തം മോഹങ്ങൾക്ക് വേണ്ടി ഇതൊരു നിത്യമായ ദുഃഖത്തിലേക്കും നിത്യമായ വേദനയിലേക്കും ഈ ജീവിതത്തിൽ തന്നെ അഗാധമായ വേദനയിലേക്ക് നയിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ സ്നേഹം വീണ്ടെടുക്കാൻ സാധിക്കും. അതിന് ഈ പാട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിന് വളരെ ഗൗരവമായി, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കൽപ്പനകൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, യേശുവേ, ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. എനിക്ക് ശരിയായ ചിന്ത, ശരിയായ സുബോധം, റൈറ്റ് മൈൻഡ്, ആ മുടിയനായ പുത്രനെ പോലെ സുബോധം വന്നിട്ട് മടങ്ങിച്ചെന്നു അപ്പൻ്റെ അടുത്തേക്ക്. അതുപോലെ സുബോധം പ്രാപിച്ച് അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് റൈറ്റ് മൈൻഡ് പ്രാപിച്ചുകൊണ്ട് രമ്യതപ്പെടേണ്ടടുത്ത് രമ്യതപ്പെടുവാൻ, അനുരഞ്ജനപ്പെടുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആമേൻ.